മലപ്പുറം തിരൂരിൽ അമ്മയുടെ ഒക്കത്തിരുന്ന കുഞ്ഞിന്റെ മാല വിദഗ്ധമായി പൊട്ടിച്ചെടുത്ത് 2 യുവതികൾ. ബസ്സിൽ കയറാനുള്ള തിരക്കിൽ ഷാൾ കൊണ്ട് മറ്റുള്ളവരുടെ കാഴ്ച മറച്ചായിരുന്നു മോഷണം. പക്ഷെ മുകളിൽ ഒരാളെല്ലാം കാണുന്നുണ്ടെന്ന് മോഷ്ടാക്കൾ ഓർത്തില്ല. തിരൂർ ബസ് സ്റ്റാൻഡിൽ ചൊവ്വാഴ്ച പകൽ നടന്ന മോഷണക്കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. മോഷ്ടാക്കൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ തിരൂർ ബസ് സ്റ്റാൻഡിൽ വൈരങ്കോട് ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ മാല മോഷ്ടിക്കപ്പെട്ടത്. വൈരങ്കോട് തീയാട്ടുത്സവത്തിന് പോകാൻ ബസ്സിൽ കയറാൻ കാത്തുനിന്ന കുടുംബത്തിനൊപ്പമുള്ള കുഞ്ഞിന്റെ മാലയാണ് 2 യുവതികൾ അതിവിദഗ്ധമായി പൊട്ടിച്ചു കടന്നു കളഞ്ഞത്. ചുരിദാറും തട്ടവും ധരിച്ചെത്തിയ യുവതികളാണ് മോഷണം നടത്തിയത്. തിരക്കിനിടയിൽ ചെന്നുനിന്ന് അതിവിദഗ്ധമായാണ് മാല പൊട്ടിച്ചത്. മാല മോഷ്ടിച്ച ശേഷം 2 പേരും കടന്നുകളയുകയും ചെയ്തു. ചൊവ്വാഴ്ച ചെറിയ തീയാട്ടായതിനാൽ ബസ്സിൽ കയറാൻ സാധാരണയിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ആദ്യം ബസ്സിൽ കയറി സീറ്റ് പിടിക്കാനുള്ള തിരക്കിനിടെ കുഞ്ഞിനെയും എടുത്തു നിൽക്കുകയായിരുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും പിറകിൽ യുവതി വന്നു നിൽക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ പുറകിലെത്തിയ യുവതികളിൽ ഒരാൾ കൈമുട്ട് അല്പം ഉയർത്തി മടക്കി വെച്ച് ഷാൾ കൊണ്ട് കുഞ്ഞിന്റെ കഴുത്തുഭാഗം മറച്ചു. പിന്നെ പതിയെ ഇടം കൈകൊണ്ട് ആരുമറിയാതെ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ മുകളിൽ CCTV എല്ലാം കാണുന്നുണ്ടായിരുന്നുവെന്ന് മോഷ്ടാക്കൾ ഓർത്തില്ല. ബസ്സിലെ CCTV ക്യാമറയിൽ മോഷണരംഗം കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കളുടെ മുഖവും വ്യക്തമായി കാണാം. വൈകാതെ മോഷ്ടാക്കൾ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ.